മക്കൾ തിന്നണുണ്ടോ? നമ്മൾ പൊന്താൻ പോവുകയാണെങ്കിൽ അതുപോലെ ഈ റിമോട്ട് എൻ്റെ ഇത് പുറത്തേക്ക് ഇങ്ങനെ ചാടും. പക്ഷെ എന്താ, ഞാനും അച്ഛനും കയറി, അമ്മേനെ അതിൻ്റെ അകത്ത് വിട്ട് മറന്നുപോയി. നമ്മൾ ട്രെയിനിൽ നിന്ന് കണ്ടുമുട്ടിയ ഒരു ചോട്ടയപ്പിയാണ്. ചെറുതിന് എത്ര ഇങ്ങനെ കിട്ടിയിട്ട് ഗൈസ് ഒരു സംഭവം നടന്നു. നിൻ്റെ ഒരു ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് ഞാൻ ലോഞ്ച് എക്സ്പ്രസ് വഴി ഞാൻ ഉള്ളിൽ കയറി. ബട്ട് അച്ഛനും അമ്മയൊക്കെ പുറത്താ, അവരൊന്നും കഴിച്ചില്ല. ഞാൻ മാത്രം കഴിച്ചുകൊണ്ടിരിക്കുക. മോശമായില്ലേ? പിന്നെ മക്കൾ തിന്നണുണ്ടോ? ഹലോ ഗൈസ്, ഇവരിങ്ങനെ തിന്നുന്നതിനൊരു കഥ ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഞാൻ വരെ കൂട്ടാണ്ട് ലോഞ്ച് തപ്പിപ്പോയി. അതായത് ഇവിടെ എയർപോർട്ട് ലോഞ്ച് ഉണ്ടല്ലോ, എയർപോർട്ട് ലോഞ്ച് തപ്പിപ്പോയിട്ട് ഞാൻ എൻ്റെ ഒരു ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് കയറാൻ പറ്റുമോ നോക്കി. അങ്ങനെ അവിടെ പോയപ്പോൾ എൻ്റെ ക്രെഡിറ്റ് കാർഡ് എലിജിബിളാണ്. ഞാൻ അങ്ങോട്ട് കയറി, ഞാൻ അവിടെ കയറി നല്ല ഫുഡ് അടിച്ച്. അപ്പം എന്തായി, ഇവർക്കൊന്നും കിട്ടിയില്ലല്ലോ. ഒരു ക്രെഡിറ്റ് കാർഡിൽ ഒരാൾക്കേ കയറാൻ പറ്റുള്ളൂ ഇവിടുത്തെ എയർപോർട്ട് ലോഞ്ചിൽ. അന്നപ്പം ഞാൻ ഇവർക്ക് KFC വാങ്ങിക്കൊടുത്ത്, എന്നിട്ട് 2 കൂടി ഇവിടെ കുത്തി തിന്ന. അങ്ങനെ നമ്മൾ കയറാൻ പോവുകയാണ് അമ്മ. അപ്പം അമ്മേൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റാണ്. അമ്മ എക്സൈറ്റഡ് ആണോ? അമ്മ എക്സൈറ്റഡാ? നമ്മളെ ഫ്ലൈറ്റ് വന്നിട്ടുണ്ട്. അമ്മ ഏതാ പോകുന്നു, ഡാഡി ഏതാ പോകുന്നു. അങ്ങനെ നമ്മൾ ആദ്യമായിട്ടുള്ള അമ്മേൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് മെലിഞ്ഞു പോകും. ഹലോ മമ്മ. നമ്മളെത്തിയില്ല അച്ഛാ. നമ്മളെ സീറ്റ് ഏതാ? ഇതല്ലേ 25 FED ആണ് ഗൈസ് നമ്മളെ സീറ്റ് വരുന്നത്. कृपया ध्यान दीजिए। सभी अतिथियों से निवेदन है कि अपने बड़े बैग को सीट के ऊपर वाले सामान कक्ष में और छोटे बैग को सामने वाली सीट के नीचे रख दें। आपातकालीन निकास वाले कोच में बैठे यात्री अपने बैग ऊपर बने सामान कक्ष में रखें। कृपया आयल क्लियर रखें ताकि आपके सहयात्री आगे बढ़ सकें। किसी भी संपर्क कर सकते हैं। Weather forecast en route to Delhi is मास्क लगाने के बाद अपने सहयात्रियों की मदद करें। പൊന്താൻ പോവാണ്. പേടിയുണ്ടോ? എനിക്ക് പേടിയൊന്നും ഇല്ല എന്നിട്ടോ പറയുന്നത്. അച്ഛന് പേടിയുണ്ടോ? വളയുന്നു. നമ്മളവിടെ മാത്രമേ ലൈറ്റുള്ളൂ, വേറെ ആരും ലൈറ്റ് ഇട്ടില്ല. പേടിയുണ്ടോ? ഇപ്പം നൈസായിട്ട് ഇല്ലാതെ തോന്നണോ കഴിയണം. ഇതുവരെ ഇല്ലാതൊക്കെയാണ് പറഞ്ഞത്. എല്ലാം തോന്നണത് നമ്മളെ ഇത് ബസ്സാന്നാ പറയുന്നത് അമ്മ. ഇത് ബസ്. KSRTC അല്ലേ? കിടു പോകുന്നത്. ഇപ്പോൾ KSRTC ആണ് കേട്ടോ നമ്മൾ പറയുന്നത്. നമ്മൾ പൊന്താൻ പോവുകയാണെങ്കിൽ ഓക്കെ കേട്ടോ. വലിയ സീനൊന്നാക്കി. Voy a
Thank you. നമുക്ക് ചോറ് കറി ബണ്ണുണ്ട് ബ്രൗണി ഉണ്ട് വെജെങ്ങനെ അമ്മ വെജ് വാങ്ങിച്ചു ഞങ്ങൾ നോൺ വെജ് വാങ്ങിച്ചു അങ്ങനെ നമ്മൾ പാരീസ് എത്തിയില്ല അമ്മ പാരീസ് ആണോ ഡൽഹിയിലെത്തി നമ്മൾ ഡൽഹി എത്തിട്ടോ വെച്ചാ അപ്പം ഇറങ്ങിയിട്ട് അമ്മ വിചാരിച്ച മാതിരി വലിയ എക്സ്പ്രഷൻ ഒന്നിട്ട് കൊളാക്കിയില്ല അല്ലേ കഴിച്ചിലാക്കി ഇതാണ് ഇപ്പം നമ്മൾ വന്ന വിമാനം നമ്മൾ ബസ്സിലാണ് കുറേ ആൾക്കാരുണ്ട് എയർ ഇന്ത്യ ബസ് Vinamai is so excited. ഓരോരോ കൈകളാണ് മുദ്ര ശ്രദ്ധിക്കുക. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ എവിടെ എത്തിയറിയോ? വിനിമയെ ഡൽഹി എയർപോർട്ടിലാണ്. ഡൽഹി എയർപോർട്ട് പറഞ്ഞാൽ കാണാൻ കൊള്ളാം കേട്ടോ. പക്ഷെ നമ്മളെ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ അടിപൊളിയാണ് നമ്മളെ ഡൽഹി എയർപോർട്ട് കേട്ടോ. മറ്റേ ചേച്ചി പറഞ്ഞത് എന്താ വെച്ചാൽ ഗോ സ്ട്രെയിറ്റ് ആൻഡ് ടേക്ക് സെക്കൻഡ് ഫ്ലോർ എന്നാണ്. പക്ഷേ ശരിക്കും ഗോ സ്ട്രെയിറ്റ് ടേൺ റൈറ്റ് ആൻഡ് സെക്കൻഡ് ഫ്ലോർ, അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് പോയിട്ട് റൈറ്റ് പോയിട്ട് എന്തിനും സെക്കൻഡ് ഫ്ലോർ കയറാം. ഓക്കെ, നമ്മളെ രണ്ട് ആൾക്കാരും നമ്മളെ കൂടെ തന്നെ ഉണ്ട്. ഗൈസ്, നെക്സ്റ്റ് പ്രൊസീജിയർ ഈസ് ഇമിഗ്രേഷൻ കേട്ടോ. എൻ്റെ അച്ഛനൊരു സ്വഭാവമുണ്ട്, നമ്മളിങ്ങനെ മെല്ലെ പാട്ടൊക്കെ പാടി പോകാം. ഇനി സമയമുണ്ട് ഇഷ്ടം പോലെ. 4:20 എങ്ങാണ്ടാണ് ഇപ്പോൾ. സമയം എത്രയമ്മ? സമയം എത്രയായി ഇപ്പോൾ? 12:15 ആവുന്നേ ഉള്ളൂ. 4:30 എങ്ങാണ്ടാണ് അടുത്ത ഫ്ലൈറ്റ്. അച്ഛനത് ഓർഡർ പോയിട്ട് എവിടേക്ക് ഓടുന്നൊരു വിടുന്നില്ല. മെല്ലെ പോയാൽ മതി നമുക്ക്. ഒരു തിരക്ക്. ജെറ്റ് എയർവേസിനെക്കാട്ട് സ്പീഡാന്നൊക്കെ അല്ലേ? അജ്ജായി പോക്കണം. ഏട്ടാ പോകുന്ന അറിയില്ല. ഏട്ടായി പോട്ടെ, എവിടെങ്കിലും നിൽക്കല്ലോ അല്ലേ? നിൽക്കണോട് തെറ്റ് പിടിക്കുക. അല്ല, ഓരോ കോമഡി. അതാ നോക്കിക്കുന്നുണ്ട്, ഞാൻ കാണിച്ചുതരാം. ഇതാ കണ്ടോ, ഇത് ഞാൻ സൂം ചെയ്തതാ. എത്ര ദൂരത്താ? അപ്പോൾ ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഡൽഹി എയർപോർട്ട്, ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ വന്നൊക്കെ ഒരു വ്ളോഗാക്കിയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തത്. ഇനിയിപ്പോൾ ഫുള്ള് ഫ്രാൻസത്തല്ലേ? പാരീസിലേക്കുള്ള വിമാനം 4:25. ഇപ്പോൾ 2:20 അങ്ങനെ എന്തോ ആയി അല്ലേ? 2:20 അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഗായ്സ്, എയർ ഇന്ത്യത്തെ കുറേ നമ്മുടെ എയർ ഹോസ്റ്റസ് വന്നിട്ടുണ്ട് ഗായ്സ്. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട് ഈ ഡ്രസ്സ്. അപ്പോൾ അമ്മയ്ക്ക് ഈറ്റാലത്തെ ഡ്രസ്സ് എടുക്കണം എന്നാണ് പറഞ്ഞു വരുന്നത്. എയർ ഇന്ത്യയിൽ എയർ ഹോസ്റ്റസ് ആണത്. ഓരോ ഡ്രസ്സ് അടിപൊളി. സാരീൻ്റെ ഒരു ലുക്ക് ഉണ്ട്, പക്ഷേ സാരിയല്ല. ഒരു 3 പീസ് വെച്ചിട്ട് ഫിറ്റ് ചെയ്തേക്കുക. ഒരു
വെറൈറ്റി ഡ്രസ്. എയർ ഇന്ത്യൻ്റെ മാത്രം സ്പെഷ്യാലിറ്റി തോന്നുന്നുണ്ടല്ലേ അത്? എന്താ വെച്ചാൽ ഇങ്ങനെ സാരി പോലത്തെ ബാക്കിയുള്ളതൊന്നും കണ്ടു. ബാക്കിയുള്ളതൊക്കെ കുറച്ച് മോഡേൺ ഡ്രസ്സൊക്കെ അല്ലേ ഉണ്ടാവുക. ഇൻഡിഗോ ഒക്കെ വേറെ ഇവര് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു നമ്മുടെ കൾച്ചർ കാണിക്കുന്ന ഒരു ടൈപ്പ് ഡ്രസ്സസാണ്. നമ്മളങ്ങോട്ട് ഇനി ഡൽഹിയിൽ നിന്ന് പാരീസിലോട്ടുള്ള ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട്. അച്ഛനുണ്ട്, അമ്മയുണ്ട്. ഇത് അത്യാവശ്യം വലിയൊരു ഫ്ലൈറ്റാണ് ഗൈസ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഞാൻ കണ്ട കുറച്ച് പോരായ്മകളുണ്ട്, ഞാൻ കാണിച്ചു തരാം. എൻ്റെ സ്ക്രീൻ ഇവിടെ വർക്ക് കാണുന്നുണ്ട്, പക്ഷെ ഒന്നും ടച്ച് വർക്ക് ചെയ്യുന്നില്ല. അമ്മേൻ്റെ സ്ക്രീൻ കിട്ടുന്നുണ്ട്, പക്ഷേ ഈ റിമോട്ട് വർക്ക് ചെയ്യുന്നില്ല. അതേപോലെ ഈ റിമോട്ട് എൻ്റെ ഇത് പുറത്തേക്ക് ഇങ്ങനെ ചാടും. പക്ഷെ എന്താ, ഈ റിമോട്ട് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഓണാക്കാനും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒക്കെ പോട്ടെ. എന്നാൽ എൻ്റെ അച്ഛൻ്റെതോ ഒന്നും വർക്ക് ചെയ്യുന്നില്ല. സെയിം അവസ്ഥ തന്നെയാണ് എൻ്റെ. ഇങ്ങനെ നമുക്ക് ഓഫാക്കി ഇടാം ഗൈസ്, അതായിരിക്കും നല്ലതാണ്. ഓഫിൻ്റെ സ്വിച്ച് മാത്രം വർക്ക് ചെയ്യുന്നുണ്ട്. വാട്ടിനവസ്ഥ സർജി ഇവിടെ എന്തൊക്കെ കുത്തിന് കാണുന്നുണ്ട്. ഹെഡ്സെറ്റ് എല്ലാവർക്കും ഫ്രീ ഉണ്ട് കേട്ടോ. കുത്തിയ ഹെഡ്സെറ്റ് ഉണ്ടല്ലേ, എല്ലാവർക്കും ഫ്രീ ഉണ്ട്. ഇതിപ്പം ഇത് ഞാൻ കാണിച്ചു തരാം. ഇതുപോലത്തെ ഒരു ഹെഡ്സെറ്റ് നമുക്ക് തരും. പക്ഷേ ഹെഡ്സെറ്റ് മാത്രം വന്നിട്ട് കാര്യമില്ലല്ലോ. ടി വി വർക്ക് ചെയ്യണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുക വാട്ടെ പറ്റി. അച്ഛന് മാത്രം ചിക്കൻ കിട്ടി, ഞങ്ങൾക്കൊക്കെ വെജാ കണ്ടോ. എല്ലാവരും ചിക്കൻ മേടിച്ചിട്ട് ചിക്കൻ കഴിച്ചു പോയി. ഗൈസ് അങ്ങനെ ഞങ്ങൾ പാരീസ് എത്തി ഗൈസ്. അങ്ങനെ ഞങ്ങൾ പാരീസിൻ്റെ എയർപോർട്ടിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഇവിടെ ആൾക്കാർ പറയുന്ന പോലും നമുക്ക് മനസ്സിലാവണില്ല ഗൈസ്. ഇപ്പം എന്താ ചെയ്യുന്ന അറിയില്ല. നമ്മളിപ്പോൾ നമ്മളെ ലഗേജ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഗൈസ്. ബാക്കിയുള്ള അപ്ഡേറ്റ് ചെയ്യാൻ. അതെ, ഇംഗ്ലീഷ് വരിക്കൊരു വിലയില്ല ഗൈസ്. നമ്മളിപ്പോൾ ലഗേജ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. 2 ലഗേജ് കിട്ടി, ഇനിയും കിടക്കണ 5 എണ്ണം. ഒന്നുകൂടി കിട്ടിയമ്മ. വലയിൽ മീനിട്ട് പിടിക്കുന്ന പോലെയാണ് നമ്മളിപ്പോൾ ലഗേജ് എടുത്തോണ്ടിരിക്കുന്നത്. ഇനി 2 ബാഗ് കൂടി. ഇപ്പം നമുക്ക് എത്ര ബാഗ് കിട്ടി? 1, 2, 3 3 അല്ല. ഇനിയും കിട്ടാണ്ട് ഒരു പച്ച ബാഗും ഉണ്ട്, ഒരു കറുപ്പ് ബാഗും ഉണ്ട്. അതിന് 2 കൂടി വെയിറ്റ് ചെയ്തിരിക്കാം. അതിൽ കിട്ടിയാൽ നമ്മൾ പുറത്ത് കയറാൻ. യെസ്, പുറത്ത് നമുക്ക് നമ്മളെ പാറു ചേച്ചി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പച്ചപ്പെട്ടി അല്ല, പാറു ചേച്ചി വെയിറ്റ് ചെയ്ത് നമ്മുടെ ബാഗ് തരുന്ന യശൻ്റെ ബാഗ് തരുന്ന. അപ്പോൾ നമ്മളെ ബാഗ് ഒന്നും കൂടി വന്നിട്ടുണ്ട്. ഞാൻ ബാക്കിയുള്ള 2 ബാഗും ഇനി ടോട്ടൽ വരണം. അതും നമ്മളെ ബാഗാന്ന് തോന്നുന്നു വെച്ചാൽ ആ ബ്ലാക്ക്. ഓക്കെ, നമ്മളെ 2 ബാഗും കിട്ടിയിട്ട് അച്ഛൻ ഒന്ന് പോയി സഹായിക്കല്ലോ കേട്ടോ. ബൈ. മിഷൻ സക്സസ്ഫുള്ളായി. നമ്മളെ 7 പെട്ടികൾ നമ്മളെ കയ്യിലെത്തി ഗൈസ്. നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ബാത്റൂം ഉണ്ട്, അത് അവിടെ നേരത്തെ കാണിച്ചിട്ടുണ്ടല്ലോ, നമുക്ക് പോയേക്കാം. നമ്മൾ ലഗേജൊക്കെ എടുത്ത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമ്മളെ പാറച്ചേച്ചി നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പറയാം ഗൈസ്. അങ്ങനെ ഞങ്ങൾ പാരീസിലെത്തി. പാറച്ചേച്ചിനെ ഇതുവരെ കണ്ടിട്ടില്ല. പുറത്തേക്ക് ഇറങ്ങിയിട്ട് വേണം നമുക്ക് നോക്കാൻ. അല്ലമ്മ കഷ്ടപ്പെടുന്നാണ്ടില്ല എൻ്റെ കുട്ടി. അമ്മ ഇതാ പാറുവിനെ കിട്ടിട്ടോ. ഹലോ, ഉഷാറായിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മക്ഡിയിലേക്ക് കയറിയതാണ്. ഇപ്പോൾ വലിയ വിശപ്പൊന്നുമില്ല. മീൻസ് എയർപോർട്ടിൽ അത്യാവശ്യം നല്ലോണം ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ബാക്കി പൈസത്തൊക്കെ എത്ര രൂപ വെച്ചാ നല്ല ഐഡിയ ഉണ്ടോ? ഇത് €1, ഇത് 2 സെന്റ്, ഇത് 1 സെന്റ്, ഇത് 2 സെന്റ്, ഇത് മൊത്തം 5 സെന്റ്. ചില്ലറക്കാരനാവും. ചില്ലറക്കാരനായി അച്ഛൻ. കൊണ്ട് കണക്ക്.
ഗൈസ് നമ്മളങ്ങനെ മെട്രോയിലെത്തി. ഇനി ചേച്ചീൻ്റെ അടുത്തേക്ക് 3 മണിക്കൂറിൻ്റെ അടുത്ത് യാത്രയുണ്ട്. അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറാണ് ഗൈസ്. നമ്മളിപ്പോൾ എവിടെയാണ് ഗൈസ്? കാർ അയ്യോ കൊയങ്ങി മമ്മ. ഹലോ ഗൈസ്, ഞങ്ങൾക്ക് മെയിനായിട്ട് വന്ന ടാസ്ക്കാണ് ഇത്രയോ അത്ര പെട്ടിയത്. പാറുകൂടി ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്താക്കിയത്? തലയിൽ വെച്ച് കൊണ്ടുവരുന്നത് അറിയാത്ത സ്ഥലം. അത് ശരി. അയ്യോ ചത്തില്ലാതെയല്ലോ. നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് ഇപ്പോൾ പാരീസിൽ ഇനിയിപ്പം ചേച്ചീൻ്റെ സ്ഥലത്തേക്ക് പോകാൻ നിൽക്കായിരുന്നു. അപ്പോൾ ഇത്രയും നേരം കുറേ കഷ്ടപ്പെട്ട് എന്താ വെച്ചാൽ ഒന്നാമത് നമുക്ക് ഇത്രയും പെട്ടികളുള്ളതിനെ കൊണ്ട് തന്നെ ഭയങ്കര ടാസ്ക് ആയിരുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെ ആണെന്ന് വെച്ചാൽ നമ്മൾ മറ്റേ ഈ ട്രെയിനിൽ മെട്രോയിൽ കയറിയ സമയത്ത്, മെട്രോയിൽ ഇവിടെ ഉള്ള മെട്രോയിൽ നമുക്ക് ഡ്രൈവേഴ്സൊന്നും ഇല്ല. അന്നിപ്പം മെട്രോയിൽ കയറിയ സമയത്ത് ഞാനും അച്ഛനും കയറി, പാറു ചേച്ചിയും കയറി, അമ്മേനെ അതിൻ്റെ അകത്ത് വിട്ട് മറന്നുപോയി. ബോസ് ഒറ്റയ്ക്കായിപ്പോയി. അറിയാത്ത സ്ഥലം, അറിയാത്ത ഭാഷ, എന്ത് കാട്ടെന്ന് ആലോചിക്കണം നിൽക്കണ സമയത്ത് ഞങ്ങൾ ഒരു പിന്നെ ട്രെയിനിൽ കയറിയ സമയത്ത് നമ്മൾ ചെറിയ ആഞ്ഞി ഭാഷ കാണിച്ചു അടുത്ത ട്രെയിനിൽ പോരുമെന്നുള്ളത്. വരുമല്ലോ അറിയില്ലല്ലേ. ഞങ്ങളിങ്ങനെ നെഞ്ചും ഇതാക്കി ഇങ്ങനെ കാത്തിക്കുക. അങ്ങനെ അവസാനം കിട്ടി ആളെ. അന്ന് ലാസ്റ്റ് സീനൊന്നും ഇല്ലാക്കിയാൽ പറയണം. അങ്ങനെ അവിടെ എത്തി. അങ്ങനെ ഇപ്പോൾ കുറേ ആടിമിടയൊക്കെ കയറി ഇറങ്ങി. ഇനിയിപ്പോൾ അടുത്തൊരു മെട്രോ ഉണ്ട് നമുക്ക്. നോസി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ലൈക്ക് നമ്മുടെ ഫ്രാൻസിലുള്ള നോസി എന്നുള്ള സ്ഥലത്തിനാണ് അവിടെ ചേച്ചി ഉള്ളത്. അപ്പം ഇനി അടുത്ത് ചേച്ചീൻ്റെ അടുത്തേക്ക് പോകണം. അത് ടൈം എനിക്ക് തോന്നുന്നു 4:30 നമുക്ക് ട്രെയിൻ വരുന്നത്. അപ്പം ഇവിടെ ഇപ്പം ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും അതിന് ശേഷം അറിയിക്കുക. ആകെ കുഴങ്ങിക്കണം അതുകൊണ്ടാട്ടോ. ഓക്കെ ഗായ്സ്, എത്ര പെട്ടിയത് വല്ല കണക്കും കയ്യും കണക്കും ഉണ്ടോ? ഒരു പെട്ടീൻ്റെ മുകളിൽ അച്ഛൻ ഇരിക്കണ്. എൻ്റെ പൊന്നെ, പെട്ടി കിടക്ക എന്തൊക്കെയൊക്കെ കുറേ എടുത്തുകണിച്ച്. പാരീസ് യാത്ര എന്ന് പറഞ്ഞാൽ ഒരു വൻ അനുഭവമായിരുന്നു നമുക്ക്. ഇത്രയൊരു വൈബ് എപ്പോഴും പ്രതീക്ഷിച്ചില്ലേന്. അഡ്വഞ്ചറും ഇല്ല. എന്താ പറയാനുള്ളത്? കാണാണ്ടായപ്പോൾ എന്ത് വിചാരിച്ചമ്മ? ഞാനൊരു ടാസ്ക് ആയെടുത്ത് ഞാനെടുത്ത ട്രെയിനിൽ കയറി പോന്ന്. അച്ഛനും തോന്നി പിന്നെ മോനോ ഞാനാണ് കഷ്ടപ്പെട്ടു പോയി. എന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു ലഗേജ്. യൂറോ കൊടുത്ത് എൻ്റെ ഡാഡി എന്താ കോഫി ആയിട്ട് വന്നിരിക്കുന്നു. താങ്ക് യു. എത്ര? 900 രൂപ. ഏതൊരു കുഞ്ഞിനെ അവിടെ ആരോ കൊണ്ടുവച്ച് പോയി. നമ്മൾ ട്രെയിനിൽ കയറി നേരെ ഇനി ചേച്ചീൻ്റെ അടുത്തേക്കാണ്. ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും സ്റ്റാർസ്ബോർഗ് എന്നിട്ടുള്ളൊരു അവിടെയാണ് ഏറ്റവും ലാസ്റ്റ് സ്റ്റേഷൻ. അപ്പം അതിൻ്റെ മുന്നാണ് നമുക്ക് നോസി വരുന്നത്. നാൻസി എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇംഗ്ലീഷ് എഴുതുമ്പോൾ നാൻസി എന്നാണ്, NANCY എന്നാണ്. പക്ഷെ വായിക്കുക നോസി എന്നാണ്.
റംജാൻ അങ്ങനെ എന്തോ പരിപാടി അപ്പോൾ പിന്നെ അതിൻ്റെ തൊട്ട് മുന്നത്തെ സ്റ്റോപ്പാണ് ടോള്. അപ്പോൾ അത് കഴിഞ്ഞ സ്പോട്ടിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മൾ പോകുന്നതിലേക്ക് എന്തെങ്കിലും കാഴ്ചകൾ കാണാമെങ്കിൽ കാണിക്കാം. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ ചേച്ചീൻ്റെ അടുത്തേക്ക് എത്താനായി. നമ്മൾ നോസി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ചേച്ചി ഇപ്പോൾ നിൽക്കുന്നത്. ചേച്ചി റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിതാ അപ്പോൾ അടുത്ത സ്റ്റേഷനാണ്. അപ്പോൾ നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇവിടെ വെച്ചിക്കണ്. ഒരു ചെറിയ ഡൗട്ട്, ലെഫ്റ്റ് സൈഡാണോ റൈറ്റ് സൈഡാണോ ഇറങ്ങിയറിയില്ല. റൈറ്റ് സൈഡാണെന്ന് വെച്ചാൽ നമ്മൾ പെടും. എന്താ വെച്ചാൽ അവിടെ ഒരു സൈക്കിൾ കൊണ്ടുവച്ചിക്കണാരോ. അപ്പോൾ ലെഫ്റ്റ് സൈഡാണെന്ന് വെച്ചാൽ നമുക്ക് ബെറ്റർ ആയിരുന്നു എടുക്കാൻ. മൂപ്പര സൈക്കിളാണ്, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇനി ചേച്ചീനെ കാണാൻ പോവുകയാണ്. അപ്പം ബാക്കിയും ഇറങ്ങിയിട്ട് കാണാം. കുറച്ചൊക്കെ ടയർഡായതുകൊണ്ട് കുറച്ചല്ല അല്ലേ, 7 പെട്ടികളുടെ കഥ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാവരും ടയർഡായിക്കണ്. ഓ നല്ല വിശക്കടും ഉണ്ട് അല്ലേ? വിശക്കില്ല അച്ഛാ? അപ്പം നീ ആടന്ന് ഗൈസ് നമ്മൾ ട്രെയിനിൽ നിന്ന് കണ്ടുമുട്ടിയൊരു ചോട്ടയപ്പയാണ്. ചോട്ടയുടെ അമ്മയാണിത്. ഇപ്പോൾ നമ്മളെപ്പരം നമ്മൾ കൂടെ അവിടെ നിന്ന് എവിടേക്ക് ഇറങ്ങാൻ നിൽക്കണ ഒരു ചെറുതായിട്ടത് ഉറങ്ങിപ്പോയി. ഗൈസ് ഇവിടെ നിറച്ച് സൈക്കിളാണ്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ. നമ്മളെ ലഗേജ് ഉണ്ടായിരുന്നു ഇവിടെ. ഇതുമല്ല, നമ്മൾക്ക് വേറെ 2 ലഗേജ് ഉള്ളിലുണ്ട്. ഹലോ മൈ ഗൈസ്, വന്നിരിക്കുന്നു കുറേ ബൈ. ഹലോ ഗൈസ്, പറയൂ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം? ഇത്ര കാലായി കണ്ടിട്ട്. ഇത്രയും സാധനം കൊണ്ടുപോകണ്ടപ്പോ ഞങ്ങള് കട താങ്ക് യു. അപ്പോൾ അമ്മനെ കണ്ടു നമ്മൾ അങ്ങനെ കുറെ കാലത്തിന് ശേഷം. അമ്മ ഒന്ന് എന്തൊക്കെ ഒരു വ്യത്യാസം ഉണ്ട്. മേക്കപ്പ് കൂടിയോ? ഓക്കെ ഓക്കെ, എന്നാൽ നമ്മൾ ലഗേജ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള പരിപാടി നമ്മൾ ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അമ്മൻ്റെ അടുത്ത് കാണാം. അമ്മൂറ്റേ മോളെ ആരാ ഇത്? ഫ്രഞ്ചുകാരിയല്ലേ ഇത്? ഫ്രഞ്ചുകാർക്ക് വരെ ഇഷ്ടമാണെന്ന്. അതേ ഞാൻ പറഞ്ഞ നേരത്തെ ഒരു ആള് വന്നിട്ട് ഇവിടെ വെച്ച് ഡു യു ഹാവ് എ ബോയ് ഫ്രണ്ട്? ഞാൻ പറഞ്ഞു യെസ് ഐ ഹാവ് എ ഹസ്ബൻഡ് എന്ന്. ഓ ഐ ആം സാഡ് എന്ന്. യു ആർ സോ ബ്യൂട്ടിഫുൾ എന്ന്. സത്യാണത്, ഞാൻ കണ്ടില്ലല്ലേ അയാളെ. ഇപ്പൊ അയാള് ശ്വാസപത്രിക്ക് പോയി. എന്നിട്ട് എന്നോട് ശ്വാസപത്രിയിലാണോ? ഞാൻ പറഞ്ഞു മൈ പാരന്റ്സ് ആർ കമ്മിങ് ഫ്രം ഇന്ത്യ. യു ആർ സോ ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറഞ്ഞു. ഓ മൈ ഗോഡ്. ഇതാണ് ട്രാം ബസ്. ഇങ്ങനത്തെ ബസ്സിലാണ് നമുക്ക് കയറാനുള്ളത്. ഇതിപ്പോ എന്റെ സ്ഥലത്തുനിന്ന് വരുന്ന ബസ്സാണ്. ഞാൻ അപ്പുറത്താണ്. ഇങ്ങനെ നമ്മൾ നോസിയിൽ എത്തിയിരിക്കുന്നു. വിചാരിച്ച പോലെയല്ല, ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. എനിക്ക് പാരീസിലൊക്കെ പോയാലും നോസിയിൽ എത്തിയാലും എനിക്ക് സന്തോഷമുള്ളൂ. കാരണം സൂപ്പർ സിറ്റി. എനിക്ക് പാരീസിലൊക്കെ നമ്മളിപ്പോൾ അവിടെ വന്ന് ഇറങ്ങിയപ്പോൾ നമുക്ക് ആ ഒരു സാധനം കൂടി കിട്ടിയില്ല കേട്ടോ. അല്ല, പാരീസ് ബോറായിക്കുന്നല്ല ഞാൻ പറഞ്ഞത്. പാരീസ് എന്തായാലും അടിപൊളിയായിരിക്കും. വേറെ തന്നെ സ്പോട്ട് കേട്ടോ. കുറേ അധികം ഫ്രെയിമുകളുണ്ട്. ഫോട്ടോ എടുക്കാനാണെങ്കിലും സൂപ്പർ പൊളിച്ചിക്കണ്. ചെറുതിന് എത്ര ഇങ്ങനെ കിട്ടിയിട്ട് ഇവിടെ കൊറേ കാലത്തിന് ശേഷമുള്ള നമ്മളെ റീയൂണിയനാ. കൊറേ കൊല്ലാവാനായി. അടുത്ത മാസം ഒരു കൊല്ലായി. റീയൂണിയൻ ഇൻ ഫ്രാൻസിലാണ് നമ്മൾ. ഇനി അങ്ങോട്ട് ഈ കൊറേ റീൽസും കാര്യങ്ങളൊക്കെ എടുക്കണം എന്നൊക്കെയുള്ള മോട്ടീവോടെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. എടുക്കണം എടുക്കൂ. അപ്പൊ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ നമ്മള് കൊറേ വീഡിയോസ് ഒക്കെ എടുത്തിക്കണേ. അതൊക്കെ എഡിറ്റ് ചെയ്ത് ഇനിയിപ്പോൾ ഉണ്ടാക്കണം.
ഇവര് കുറെ ലഗേജ് ആയിട്ട് വന്നോണ്ട് ഇവര് കുറച്ച് ടയേർഡായി. അല്ലാതെ ശരിക്കും ട്രാവലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. സത്യം അത് ഞങ്ങൾ പറയുകയും ചെയ്തില്ല. ലഗേജും കാര്യങ്ങളൊന്നും ഇല്ല. എന്ത് അടിപൊളിയാവും, സുഖമായിരുന്നു, സൂപ്പറാവില്ലേ. ലഗേജ് ആകെ 1-2 ലഗേജ് അത്രേ പറ്റാതെ. അതും നല്ല ലഗേജ് ആണെങ്കിൽ പ്രശ്നമില്ല. അവര് ടയർ 2 ഉള്ള ലഗേജ് എടുത്തോണ്ട് വന്നിട്ട് നമ്മളെ കുറെ സാധനങ്ങൾ നമ്മൾ എടുത്ത് ഒക്കെ കാണണ്ട. കുറെ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അത് റിസ്കിലായി നമ്മൾ മൊത്തത്തിൽ. പക്ഷെ എന്തായാലും ഇവിടെ വന്നേരം ഭയങ്കര അടിപൊളിയിട്ട് നമ്മൾ അത്രയ്ക്കും. ഇപ്പൊ നല്ല ക്ലൈമറ്റും ആണ്. അതാണ് 8 മണി. ഇപ്പൊ സമയം 8:30 8:30 അടുത്ത് കണ്ടായി. പക്ഷെ ഇപ്പോഴും ലൈറ്റ് ഉണ്ട്, ലൈറ്റ് വെളിച്ചമുണ്ട്, വെയിലുണ്ട്, നല്ല അടിപൊളി ക്ലൈമറ്റ്. ഇപ്പൊ ഒരു ചെറുതായിട്ടുള്ള ഒരു തണുപ്പുണ്ട്. സൂപ്പർ. 5 മണിക്കൊന്നും ഇവിടെ ഒന്നും ആവൂല. ഇവിടെ ഉച്ചയാവുന്നേ ഉള്ളു 5 മണിക്ക്. ഉണ്ട് വിന്റർ ആകുമ്പോ 5:30 ആകുമ്പോഴേക്ക് ഇരുട്ടായി. അപ്പൊ ഇങ്ങനെയൊക്കെയാണ്. ഇപ്പൊ ഇനി കുറെ വിശേഷങ്ങളുണ്ട്. നമുക്ക് എന്താ വെച്ചാൽ മെയിനായിട്ട് ഇപ്പൊ നല്ല വിശക്കുണ്ട് ഇനി. അപ്പൊ അമ്മ കൊക്കക്കോളയും പിന്നെ ചോക്ലേറ്റും ഒക്കെ കൊണ്ട് തന്ന്, അതുകൊണ്ട് കുറച്ചൊരു ഇതുണ്ട്. നമ്മളെ ബസ് വരുന്നുണ്ട് ഗൈസ്. അപ്പൊ ഇനി ബാക്കി യാ ഓക്കെ. ഒക്കെ കഴിഞ്ഞു. 3, 2, 5, 6, 7 നമ്മൾ എണ്ണം വെച്ചിക്കമ്മോ 7 അതാണ് നമ്മൾ എണ്ണം. ടിക്കറ്റ് എങ്ങനെ ഓൺലൈനായിട്ട് എടുക്കുക? ഓൺലൈനായിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കും. ഇതിനകത്ത് ഇപ്പോൾ ഓൾറെഡി 5 പാസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ആക്ടിവേറ്റ് ചെയ്തിട്ട് കണ്ടക്ടറിന് വരെ നമുക്ക് കയറിയിട്ട് ടിക്കറ്റ് എടുക്കാം അല്ലേ? 4 പേര്. പക്ഷെ ഇത് എടുത്തിരിക്കണം. കാരണം ചെക്കിന് വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ ടിക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമാണല്ലേ? ഫൈൻ അടിക്കും. ഹരിതാമാമ്പറ്റിയുടെ ടിക്കറ്റാണ് ഇവിടെ ലോഡായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് ബസ്സിന് ഫെയറൊക്കെ വരിക? അല്ല 10 ടിക്കറ്റിന് 13 യൂറോ. 10 ടിക്കറ്റിന് 13 യൂറോ ടച്ചാ. അത്രേ ഉള്ളൂ. സിമ്പിൾ. ഇവിടെ വന്നാലേ ഇവിടുത്തെ പൈസ ആയിട്ട് കണക്കൂട്ടണം. വന്നിട്ടാണ് നേരത്തെ സ്റ്റാർബക്സ് ഇത് മേടിച്ച് മറ്റേ കോഫി മേടിച്ച്. എന്നിട്ട് പറയാം 900 ഇത്ര ഉണ്ട് മൊത്തത്തിൽ ഞാൻ കൂട്ടിയപ്പോ. അത് പിന്നെ അത് അല്ല അത് കുറച്ച് കൂടുതൽ തന്നെയാണ്. കാരണം നമുക്ക് സാധനം നമുക്ക് പറ്റൂല, അതാണ് പ്രശ്നം. എന്താ എക്സ്പ്രസ്സും അല്ലേ, അത് ചിലപ്പോൾ നമുക്ക് പിടിക്കൂല, ഭയങ്കര കയ്പല്ലേ. അപ്പൊ അതൊരു പ്രശ്നമാണ്. കാപ്പി ഇത് നമ്മുടെ നാട്ടിലെ റെയിൽവേ സ്റ്റേഷൻ ഒരു കാപ്പിയും പരിപ്പോടെ എന്നിട്ട് പോയി കഴിക്കുന്നത് സ്റ്റാർബക്സ്. അതാണ് അച്ഛൻ എങ്ങനെ. ഞാൻ പോയി കോഫി മേടിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടില്ല സ്റ്റാർബക്സിലേക്ക് ഓടിപ്പോണ്ട്. അവിടെ പോയിട്ട് എല്ലാവരും വാങ്ങുന്നത് ഇതാണ്, ഞാനത് വാങ്ങിക്കണത്. അവിടെ അതൊക്കെയാണ്. അത് വെച്ചാൽ ഇവിടെ ഉള്ളവർക്ക് ഈ കയ്പുള്ള കോഫി ഭയങ്കര ഇഷ്ടമാണ്, എക്സ്പ്രസ്സോ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ്. പുറത്തുള്ള വിഷ്വൽസ് ഒക്കെ ഉണ്ടോ? ഭയങ്കര അടിപൊളിയായിട്ടോ. അമ്മ നോസിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇവിടെ കൂടാൻ പോയി, ഞാൻ ഇനി പോയില്ല. എന്നിട്ട് എങ്ങനെയായിരുന്നു അളിയൻ പോയിട്ടുള്ള അവസ്ഥ? ശോകമായിരുന്നു. ഞാൻ 2 ദിവസം ഫുൾ കരച്ചിലായിരുന്നു. അളിയൻ ഇവിടെ എത്ര മാസം ഉണ്ടായിരുന്നു? 6 മാസം നിന്നിട്ട്. ശരിയാണ്, ആർക്കാണേലും വിഷമമുണ്ടാവും. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അത് തരണം ചെയ്തു? ഞാൻ തരണം ചെയ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ട്രിവാൻഡ്രത്ത് പോയപ്പം അവിടുത്തെ നമ്മളൊരു സയന്റിസ്റ്റ് ഉണ്ട്. അപ്പൊ ആളെ കാണാൻ പോയായിരുന്നു. എന്നിട്ട് റെഡ് വൈനൊക്കെ കൊടുത്തു. അപ്പം ആൾ എന്നിട്ട് വീട്ടിലെത്തിയപ്പം സാർ എന്നിട്ട് ഇവന് മെസ്സേജ് അയച്ചു, എന്താ നിനക്ക് മുഖം ഒരു വല്ലാതിരിക്കുന്നേ, അവിടെ നിന്ന് പോന്നിട്ടാണോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് തോന്നി ഞാൻ കരഞ്ഞു വിളിച്ച് പിന്നെയും സംസാരിക്കുമ്പോൾ അവന് അത് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നി ഞാൻ റിക്കവറായി സ്ട്രോങ് ലേഡിയായി. മോനെ ഇപ്പൊ സ്ട്രോങ് ആണപ്പം. അത് എനിക്ക് മനസ്സിലായി. നേരത്തെ ഒരു പെട്ടി പൊക്കിന് ഇവള്. അപ്പൊ മനസ്സിലായി ഇവള് സ്ട്രോങ് ആവും. പിന്നെ പ്രശ്നമില്ലല്ലോ, അളിയൻ പോയ സ്കൂട്ടിൽ തന്നെ നമ്മളെത്തിയില്ല ഇവിടെ. ഇപ്പൊ നമ്മള് പോകുമ്പോഴായിരിക്കില്ലേ അടുത്ത സ്ട്രോങ് ലേഡി ആവണപ്പം. നമ്മുടെ അടുത്ത് ക്യാമറ ഉണ്ട്. വിനമ്മായി ഇത് അവിടെ എങ്ങനെ ഇരിക്കുന്നു. ചില സമയത്ത് ഇവിടെ ബസ്സിലൊന്നും മീൻസ് മറ്റുള്ളവരെ വീഡിയോ എടുക്കുന്നവർക്ക് ഇഷ്ടമുണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് ഇറങ്ങിയിട്ടെടുക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, എന്നാ ശരി ഗൈസ്. അപ്പം നമുക്ക് ഇറങ്ങിയിട്ടെടുക്കാം അല്ലേ ചാ? നമ്മൾ സ്ഥലം എത്തിയിട്ടുണ്ട്. നല്ല ഗോൾഡൻ അവറാണ്. സണ്ണൊക്കെ അങ്ങനെ ചുവന്നെടുക്കുന്നുണ്ട്. നമ്മളിതാ സ്ഥലം എത്തി. നമുക്ക് വെലോട്രോം കല്ലോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമുക്ക് ഇറങ്ങാനുള്ളത്. അപ്പം നമ്മളിത് ഇറങ്ങാൻ പോവാണ്. വന്നല്ലോ ഗൈസ്, ഞങ്ങൾ അപ്പൊ ഗൈസ് നമ്മൾ ചേച്ചീന്റെ സാമ്രാജ്യത്തിലെത്തി. ഇതാണ് ചേച്ചീന്റെ ചേച്ചീന്റെ റൂം. അതൊക്കെ ഇവിടെ എത്തിച്ച് നമ്മള്. ജോലി വേണേ ഫ്രഞ്ച് വേണം. ചേച്ചി ചിക്കൻ കറിയോ പത്തിരിയോ ഒക്കെ ഉണ്ടാക്കിയാണ്. താങ്ക് യു. പിന്നെ നീ ബാക്കി തിന്നിട്ട് നല്ല വിശപ്പുണ്ട്.